ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു കല്യാണ വിശേഷമാണ് ഞാൻ പങ്കുവെക്കാൻ പോകുന്നത്. അതായത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഉഷാൻറ്റിയുടെ മോനായ ഈ ബിജോയുടെ കല്യാണമാണ് കേട്ടോ. നാളെയാണ് കല്യാണം. അപ്പം തലേദിവസം തന്നെ എല്ലാ പരിപാടികളും എല്ലാം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ തലേദിവസം രാത്രി കല്യാണ ചെക്കൻ്റെ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ്. ഒത്തിരി ദൂരത്തൊന്നും അല്ല വന്നത്, ഒരു മതിലിനപ്പുറത്താണ്. എന്തായാലും ഞങ്ങൾ സന്ധ്യ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങോട്ട് വന്നു. കാരണം ഇവിടെ സന്ധ്യയ്ക്ക് എന്നാ പരിപാടികളും ബന്ധുക്കൾ എല്ലാവരും വന്നു. അപ്പോൾ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ വന്നിരിക്കുകയാണ്. ഇത് ബിജോയുടെ ചേച്ചിയാണ്, ബിൻസിയും കുടുംബവുമാണ്. ഇത് നിങ്ങൾക്കറിയായിരിക്കും, ഉഷാൻറ്റിയാണ്. അപ്പം ഞാൻ ഇന്ന് വന്നതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹാരം, നാളെ കല്യാണം കഴിഞ്ഞിട്ട് പെണ്ണിനെയും ചെറുക്കനെയും സ്വീകരിക്കാനായിട്ട് ഇടുന്ന ഈ മാല ഞാനാണ് റെഡിയാക്കിയത്. അപ്പം ഞാൻ ഓർത്തു അതൊരു ഗിഫ്റ്റായിട്ട് തന്നെ കൊടുത്തേക്കാമെന്ന്. അങ്ങനെയാണ് ഞാൻ തലേ ദിവസം വന്നത്. പിന്നെ ഈ കല്യാണം കൂടിയതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഈ കല്യാണത്തിൻ്റെ ഒരുപാട് പോർഷൻ്റെ ഭാഗമാകാൻ എനിക്ക് കഴിഞ്ഞു. ഞാൻ നേരത്തെ കാണിച്ച് ഒരു മാല ഉണ്ടാക്കി കൊടുത്തു. അതുപോലെ തന്നെ ഈ കാർ ഡെക്കറേഷനും എന്നെയാണ് ചെയ്യിപ്പിച്ചിരുന്ന ഉഷാൻറ്റി. സാമാന്യം തിരക്കേടില്ലാത്ത രീതിയിൽ ഞാൻ ബൊക്കെ ഉണ്ടാക്കി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കമൻറ്റ് ചെയ്തേക്കണേ, കൊള്ളാവോ ഇല്ലയോ എങ്ങനെയാണെന്നുള്ളത്. ഞാൻ ജസ്റ്റ് ഒരു ഹാർട്ട് ഷേപ്പിൽ റോസാപ്പൂവും പിന്നെ ജിപ്സം പൂവും കുറച്ച് ഇലകളും ഒക്കെ വെച്ചാണ് ഞാൻ ഈ ബൊക്കെ ഉണ്ടാക്കിയേക്കുന്നത്. ഇതൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇടാവേ. പിന്നെ കാറിൽ വേറെ ഒരു അലങ്കാരപ്പടിയും വേണ്ട, നടുക്കൊരു പൂ ഇതുപോലെ ഒരു ബൊക്കെ മാത്രം മതി എന്ന് പറഞ്ഞതുകൊണ്ട് അതിൽ തന്നെ ഞാൻ ഒതുക്കി. അങ്ങനെ രാവിലെ ഞാൻ റെഡിയായി, ഞങ്ങളെല്ലാം റെഡിയായിട്ട് ബിജോയുടെ വീട്ടിലോട്ട് വന്നു. ഇവിടെ വന്നപ്പോൾ അച്ഛൻ വന്നിട്ടുണ്ട്. എല്ലാവരും കൂടെ പ്രാർത്ഥിച്ച് ഇറങ്ങാനാണ് പരിപാടി. അങ്ങനെ അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് ബിജോയുടെ തലയിൽ കൈ വെച്ചൊക്കെ പ്രാർത്ഥിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് മാതാപിതാക്കൾക്കും മുതിർന്നവർക്ക് ബന്ധുക്കൾക്കെല്ലാം ഇവിടെ ദക്ഷിണ കൊടുക്കുന്ന ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും പള്ളിയിലോട്ട് വിവാഹത്തിനായിട്ട് പോകാനായിട്ട് റെഡിയായിട്ട് ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് ക്യാമറാമാനും വീഡിയോഗ്രാഫറും എല്ലാം വന്ന് ഓരോ ഇൻസിഡൻസും അവർ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു പ്രത്യേകതയുണ്ട്, എൻ്റെ കാറിൻ്റെ അല്ല, അവരുടെ കാറിൻ്റെ ഫ്രണ്ടിൽ ഞാൻ വെച്ച ബൊക്കയൊക്കെ ക്യാമറാമാൻ നല്ലപോലെ ഒപ്പിയെടുത്തിട്ടുണ്ട്. അത് കാണുമ്പോഴത്തേക്കുണ്ടല്ലോ എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇവിടെ പള്ളിയിൽ വന്നിട്ടുണ്ട് കേട്ടോ കല്യാണത്തിനായിട്ട്. ഇത് ഓർത്തഡോക്സ് പള്ളിയിൽ വെച്ചാണ് വിവാഹം നടക്കുന്നത്. പിന്നെ റിസപ്ഷൻ അതുപോലെ ബാക്കി പാർട്ടിയെല്ലാം അപ്പുറത്തെ മാർത്തോമ പള്ളിയുടെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ്. അങ്ങനെ നേരത്തെ വന്നവരൊക്കെ കുറേ പേര് പള്ളിയുടെ പുറത്തും അകത്തും ഒക്കെ ആയിട്ട് നിൽക്കുകയും സംസാരിക്കുകയും പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കുകയും അതുപോലെ തന്നെ പല ദിവസങ്ങൾ കഴിഞ്ഞിട്ട് കാണുന്നവരുടെ ആ സന്തോഷ പ്രകടനങ്ങളും എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. അങ്ങനെ അവസാനം അച്ഛൻ അനൗൺസ് ചെയ്തു. അങ്ങനെ വധുവിനെ പള്ളിക്കകത്തോട്ട് അവരുടെ മാതാപിതാക്കളും ബന്ധുക്കളും ചേർത്ത് കൊണ്ടുപോവുകയാണ്. അത് കഴിഞ്ഞിട്ട് വരനെ അവരുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ബന്ധുക്കളും എല്ലാവരും കൂടെ ഒരുമിച്ച് പള്ളിയുടെ അകത്തോട്ട് കയറ്റുന്ന ചടങ്ങാണ് ഇത്. അങ്ങനെ വിവാഹത്തിൻ്റെ ശുശ്രൂഷകളെല്ലാം അവിടെ ദേവാലയത്തിൽ നടന്നുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു ടെൻഷൻ, ഓഡിറ്റോറിയത്തിൽ എങ്ങനെയാണ് എല്ലാം കറക്റ്റാണോ, അറേഞ്ച് ചെയ്തിട്ടുണ്ടോ, മൈക്കൊക്കെ എങ്ങനെയാണ്. നിങ്ങളിപ്പോൾ ആലോചിക്കും ഇതൊക്കെ എന്തിനാണ് ഇവൾ കിടന്ന് ടെൻഷൻ അടിക്കുന്നതെന്ന്. അതിനൊരു കാരണമുണ്ട് കേട്ടോ. തലേദിവസം, അതായത് ഇന്നലെ രാത്രിയിൽ ഞാൻ അവരുടെ വീട്ടിൽ ജസ്റ്റ് ഒന്ന് പോയെന്ന് പറഞ്ഞല്ലോ. അപ്പോഴത്തേക്ക് ബിൻസിയും ബിജോയും ഉഷാൻറ്റിയും എല്ലാം കൂടെ നിർബന്ധം, നാളെ ആങ്കറിങ്ങിന് ആരുമില്ല, ഞാൻ ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരെല്ലാം കൂടെ എന്നെ നിർബന്ധിച്ചു. അങ്ങനെ രാത്രി 10:30ക്കാണ് തീരുമാനിക്കുന്നത് ആങ്കറിങ്ങും കൂടെ ചെയ്യണമെന്ന്. അപ്പോൾ ആ ഒരു ടെൻഷൻ എനിക്കുണ്ട് കേട്ടോ. ഞാനൊന്നും പ്രിപ്പയർഡ് അല്ല. കാരണം രാവിലെയാണ് ഒരു ബൊക്കയൊക്കെ ഉണ്ടാക്കേണ്ടതായിരുന്നു. അങ്ങനെ തിരക്കായിരുന്നു, ഒന്നും പ്രിപ്പയർ ചെയ്തില്ല. എന്തായാലും ശരി, നമ്മുടെ ഒരാവശ്യം കൂടെ അല്ലേ എന്നുള്ള ഇതിൽ ഞാൻ അങ്ങനെ ഓക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന സ്റ്റേജിൽ അതിന് മുമ്പായിട്ട് നമ്മളൊന്ന് കയറി ഒന്ന് നിന്നൊക്കെ നോക്കി കഴിയുമ്പോൾ നമുക്ക് ഇച്ചിരിയുടെ ഒരു കോൺഫിഡൻസ് കിട്ടും. അതിനാണ് ഞാൻ അവിടെ ചെന്നത്. അവിടെ നിന്ന് ഞാൻ തിരിച്ച് പള്ളിയിലോട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ വിവാഹ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ഇവിടെ ഫോട്ടോ സെഷന് വേണ്ടിയിട്ടൊക്കെ എല്ലാവരും റെഡിയാവാണ്. 4-5 അച്ഛന്മാരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ നിന്ന് വധുവരന്മാരുടെ കൂടെ അവരുടെ ബന്ധുക്കളും മാതാപിതാക്കളും സഹോദരങ്ങളും എല്ലാവരും കൂടെ കുറേ ഫോട്ടോ സെഷൻസൊക്കെ ഉണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് വധുവരന്മാർ ദേവാലയത്തിൽ നിന്ന് പുറത്തോട്ട് പ്രവേശിക്കുമ്പോൾ അവരെ മാലയിട്ട് സ്വീകരിക്കാനായിട്ട് ഇവിടെ 2 കുഞ്ഞുമക്കൾ നിൽപ്പുണ്ട്. അതിലൊന്ന് എൻ്റെതാണ് കേട്ടോ. അപ്പം അവന് ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് അതിലേറെ സന്തോഷം, എനിക്ക് ചെയ്യാൻ പറ്റിയ മാല അവനെ കൊണ്ടിടാൻ പറ്റിച്ചതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ ഈ ബൊക്കെ കൊടുത്താണ് അവരെ സ്വീകരിക്കുന്നത്. ഈ 2 ബൊക്കെ ഉണ്ടാക്കിയത് ഞാൻ തന്നെയാണ്. ഈ ഒരു മോന് ബിൻസിയുടെ മോനാണ്, മറ്റത് എൻ്റെ മോനും. അങ്ങനെ അവർ 2 പേരും മാലയിട്ട് വധുവരന്മാരെ സ്വീകരിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് 2 പേർക്കും ബൊക്കയും കൊടുത്ത് സ്വീകരിച്ചിട്ടുണ്ട്. ഇനി ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് എല്ലാവരും കൂടെ ചേർന്ന് നമ്മൾ എവിടെ പോകുന്നത്, ഓഡിറ്റോറിയത്തിൽ പോവുകയാണ്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ
ഓടി ഇവിടെ ഓഡിറ്റോറിയത്തിൽ വന്നു, മൈക്കൊക്കെ എടുത്ത് ഞാൻ എൻ്റെ ആങ്കറിങ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. പിന്നെ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ എൻ്റെ ആ പേടിയും ടെൻഷനും എല്ലാം മാറി നല്ല കൂളായിട്ട് നല്ല കോൺഫിഡൻറ്റോടെ തന്നെ എനിക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റി. ഒത്തിരി പേര് നല്ല അപ്രിസിയേഷനും തന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒത്തിരി സന്തോഷമുള്ള ഒരു മൊമെൻ്റാണ്. അങ്ങനെ വധൂവരന്മാരെയും അവരുടെ മാതാപിതാക്കളെയും അവരുടെ സഹോദരങ്ങളെയും എല്ലാവരെയും സ്റ്റേജിലോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ട് വധൂവരന്മാരെ കൊണ്ടൊക്കെ ദീപം തെളിയിപ്പിച്ചു. അതിനുശേഷം കേക്ക് കട്ട് ചെയ്യിപ്പിച്ചു. പിന്നെ വൈന് രണ്ടുപേരും പകർന്നു കുടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മെബിനച്ചൻ ഫുഡ് കഴിക്കുന്നതിന് മുമ്പായിട്ട്, അതായത് ഏതൊരു ചടങ്ങിനും പ്രധാനപ്പെട്ട ഒരു ഘടകമാണല്ലോ ഫുഡ്, അപ്പം അതിനു മുമ്പായിട്ട് 2 വാക്ക് ആശീർവദിച്ച് പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച് എൻ്റെ ഈ ഒരു പണി ഒരുവിധം വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റി എന്നുള്ള സാറ്റിസ്ഫാക്ഷനിൽ ഞാൻ നന്ദി പറഞ്ഞിട്ട് ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി. ഞങ്ങളും ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഞാനും മോനും കൂടെ കഴിക്കുകയാണ്. നല്ല ഫുഡായിരുന്നു കേട്ടോ, ഒന്നാന്തരം ഫുഡ്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ അവസാനത്തെ പന്തിയിലാണ് ഫുഡ് കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ മടങ്ങിപ്പോയി. എന്നിട്ട് ഒരു രക്ഷയില്ല, വൈകുന്നേരം റിസപ്ഷന് വന്നേ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഉഷാൻ്റി ഭയങ്കര നിർബന്ധമായിരുന്നു. അങ്ങനെ നിവൃത്തിയില്ലാഞ്ഞിട്ട് ഞങ്ങൾ വൈകിട്ടത്തെ റിസപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇതിപ്പോൾ തീരാറായ റിസപ്ഷൻ, ആൾക്കാരെല്ലാം വന്നു പോയി കഴിഞ്ഞു. ഇപ്പോൾ 8:30-9 മണി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഇവിടുത്തെ കൊച്ചു കുട്ടികളുടെയൊക്കെ ചെറിയ ചെറിയ കലാപരിപാടികളും ഡാൻസും പാട്ടും അങ്ങനെ നല്ല ബഹളമായിരുന്നു. ഞങ്ങളെല്ലാം കഴിഞ്ഞ് രാത്രി 9-9:30 ആയപ്പോഴത്തേക്കാണ് ഓഡിറ്റോറിയത്തിൽ നിന്ന് വീട്ടിലോട്ട് മടങ്ങിപ്പോയത്. അങ്ങനെ അടിപൊളിയായിട്ട് നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ബിജോയുടെ വിവാഹം മനോഹരമാക്കി തീർത്തു. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് അതിൻ്റെ ഒരു പാർട്ടാവാൻ പറ്റിയതിൽ, പ്രത്യേകിച്ച് ആങ്കറിങ് ചെയ്യാൻ പറ്റിയതിൽ. പിന്നെ ബൊക്കെ ഉണ്ടാക്കി കൊടുത്തു, 3 കാർ ഡെക്കറേറ്റ് ചെയ്തു, അല്ലാതെ 2 ബൊക്കെ ഉണ്ടാക്കി, 2 ഹാരം ഉണ്ടാക്കി. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം നമ്മുടെ വീട്ടിലെ ഒരു കല്യാണം പോലെ നമ്മളിത് നല്ല രീതിയിൽ ആഘോഷിച്ചു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിവാഹത്തിൻ്റെ വിശേഷങ്ങൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.